ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കാലെ വില്ലേജ് കണ്ടതിന് ശേഷം രാത്രി കുറെ വൈകിട്ട് നമ്മൾ ബെൽഗാവി വെച്ചിട്ടോ, ബെൽഗാവി. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഒരു ഏകദേശം 12 മണിയായി. ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് വണ്ടി പൊളിച്ചെടുക്കുന്ന ദിവസമാണ് അല്ലേ ബ്രോ? അതെ അതെ, നമ്മളെ കിച്ചൺ ശരിയാക്കാതെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മുടെ കിച്ചണിലൊരു പണി കിട്ടിയത്. അത് നമ്മൾ ആകെ പൊളിച്ചടുക്കിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ കണ്ടോ എന്താണ് സ്റ്റെക്ക് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനമൊക്കെ പൊളിച്ചെടുത്തു. അത് എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ സൈഡൊക്കെ കേട് വന്നിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, മൊത്തത്തിൽ പൊളിച്ചെടുത്തു. പക്ഷേ ഇപ്പോഴും നമുക്കിത് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്നുള്ളത്. എന്തെങ്കിലും ഒരു വണ്ടീൻ്റെ ഒക്കെ ഒരു പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ പ്രശ്നം പറഞ്ഞാൽ മതി. അവരത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണിയൊക്കെ ചെയ്ത് ശരിയാക്കി തന്നോളും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചു എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സ്റ്റെക്ക് ആയിരിക്കണം, അതിൻ്റെ അകത്തേക്ക് വേറൊരു മാർഗ്ഗമല്ല. അപ്പോൾ ആ സ്റ്റെക്കായിരിക്കാൻ സാധ്യതയുള്ള ഭാഗം ഒന്ന് തുറന്നു നോക്കാൻ വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒരു ഫർണിച്ചറൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന കടയിൽ വന്നതാണ്. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോഴും പുള്ളിയും പറയണത് അത് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ എന്തായാലും അവരുടെ കയ്യിൽ കട്ടിങ് മെഷീൻ ഉണ്ട്, പ്ലൈവുഡ് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ആ വെള്ളം വെച്ച ടാങ്കിൻ്റെ ഉൾഭാഗത്തൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി വെക്കാം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ജാം ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ ബാക്കിൽ നമ്മൾ ഡ്രസ്സ് വെച്ച ഭാഗം അവിടെയും കട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കട്ടെ. 2 സ്ഥലത്താണ് ചാൻസ് ഉള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും സ്റ്റെക്കാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന ഭാഗം അവിടെയും പൊളിക്കേണ്ടി വരും. ഇത് മൊത്തത്തിൽ പൊളിച്ചെടുക്കേണ്ട അവസ്ഥയാണ് തോന്നുന്നു. എന്താണ് കട്ടറോ? കട്ടർ എവിടെയുണ്ട്? कटर ये का ये पाइप कटने का? नहीं पाइप नहीं ओ ये ना चलो 1 मिनट. കണ്ടോ, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ആ കിച്ചൺ ചേംബറിന്റെ ഏറ്റവും അറ്റം വന്ന് നിൽക്കുന്ന ഭാഗം കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചതുരത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലും നമ്മളെ ആ കട്ട് ചെയ്തെടുത്താലും അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് എടുത്ത് നോക്കി വെക്കാം. ഇവരുടെ അടുത്ത് വേറെ ആ വലിയ ടൈപ്പ് കട്ടർ കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കട്ടറല്ല. എന്തായാലും അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ട്, നോക്കട്ടെ. ഓരോ പണി കിട്ടുന്ന इसमें बाहर एक ACP है और एक छोटा प्लाईवुड भी है. ये प्लाईवुड है ACP. വാട്ടർ ടാങ്ക് ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജംഷ ഉണ്ടാക്കി തന്നാണ് കേട്ടോ. സ്വിച്ച് ഇട്ടില്ല. ഉദരേ ആ ഇതാണ് അവരുടെ ഷോപ്പ്. നമ്മള് വെബ്സൈറ്റിൽ നിന്ന് തെരഞ്ഞു പിടിച്ചാണ് ഒരു ഫർണിച്ചർ വർക്കിന്റെ കട. അങ്ങനെ തെരഞ്ഞ് അന്വേഷിച്ച് വന്നതാണ് ഇദ്ദേഹത്തെ. എന്താവും എന്നറിയില്ല, കട്ട് ചെയ്തിട്ടും ശരിയാവുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്ത് നോക്കണല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ച വേറൊരു ഒരു വീല് വെച്ചിട്ടുള്ള കട്ടിങ് ഉണ്ടല്ലോ. दूसरा एक कट है ना, छोटा वाला आता है, उसको ये नहीं बैठता. ओ वो ग्राइंडर बोल के आता है. हाँ ऐसा वाला ग्राइंडर, वो कटिंग नहीं होता. वो ओ प्लेनिंग और फर्शी कटिंग होता है. ओके ओके. वो इधर से ऊपर से गिरा हुआ अभी. क्या प्रॉब्लम है? क्रॉस थोड़ा नीचे. हाँ नो प्रॉब्लम नहीं. ചെറുതായി ചെരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാണ്. ചെരിഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മളെ വെള്ളത്തിന്റെ പൈപ്പാണ്. ഇതിനകത്ത് എങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാല് കഴിഞ്ഞു പരിപാടി. അഭി ഉത്തനെ മാറും. വണ്ടി ഫുള്ള് പൊടിയാ, വേറെ എന്ത് ചെയ്യാനാണ്? ആ ഐസ പക്കടേക്കാ. പുള്ളിക്ക് അറിയാം ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അന്നം മുട്ടുന്നു, വെള്ളം മുട്ടുന്നു പുള്ളിക്ക് അറിയാം. ആ സൈഡ് കുറച്ച് എടുക്കാനുണ്ട്, അത് ഈ മെഷീൻ കൊണ്ട് കിട്ടില്ല. അപ്പൊ ഹാക്സോ ബ്ലേഡോ അല്ലെങ്കിൽ ഉള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാന്നാ പുള്ളി പറയുന്നത്. ഇത് ബഹുത്ത് ബടാ വാളാണല്ലോ, വലിയൊരു വാളാണ് കേട്ടോ. ചോട്ടാ ഹാക്സോ ബ്ലേഡ് നെയ്. അതിന്റെ അകത്ത് എന്റെ ഓർമ്മയില് അരിന്റെ സെഞ്ചി, അതുപോലെ വണ്ടീന്റെ ജാക്കി, അതിന്റെ ലിവറൊക്കെയാണ്. വേറെ കേട് വരുന്ന ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അറിയില്ല. വലിയ വാളാണ് അകത്തേക്ക് എടുത്ത്. ചിലപ്പോ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ നാശമാകും. അവരുടെ ചെറിയ വാള് കാണാൻ സാധ്യത കുറവായിരിക്കുമല്ലോ.
हाँ राइट। अच्छा ठीक है। निकालना पड़ेगा। हाँ वो निकाल। ये कट किया? हाँ कट किया है ना, दोनों भी कट किया ना अभी। ജംഷാദ് ടാങ്കിനകത്ത് നല്ല സെറ്റപ്പായിട്ട് എന്താ പറയുക എക്സ്ട്രാ ഒരു കോട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ അലുമിനിയം കോമ്പോസിറ്റ് പാനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ACP. അത് പോന്നു. ഇനി ആ ഭാഗത്തുള്ള ഒരു പ്ലൈവുഡിന്റെ പീസ് കൂടി വരാണ്ട്. എന്ത് ഭംഗിയിൽ ചെയ്താണല്ലേ നമ്മള്. അതെ അതെ. अभी ओके गम है इसमें। हाँ गम हाँ राइट। ഒരു വഴി കിട്ടി. അങ്ങനെ അവസാനം ഒരു വഴി തുറന്നു കിട്ടി. सर हो गया हमारा काम। एक मिनट पूरा सामान निकाल दो. നമ്മളെ അതിന്റെ ഉള്ളിലേക്ക് ഒരു ഹോള് കിട്ടി നമുക്ക്. ഇനി ആ വഴിക്ക് എന്തെങ്കിലും നടക്കാൻ നോക്കാം. ഇതൊക്കെ ജാമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഡൗട്ട്. ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ ഈസി ആയിട്ട് പോരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ജാമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര എളുപ്പം വരില്ല. അരി 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 अच्छा ठीक है। ഏ പ്രോബ്ലം ജാക്കി ഈ സംഭവം നമ്മളെ അന്ന് ഒരു കാട്ടിൽ വെച്ചിട്ട് ഒരു ഫാമിലി നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലേ, എന്താ പറയാ ഗോവയിൽ നിന്ന് വരുന്ന വഴിക്ക് പൂനെത്തെ ഒരു ഫാമിലിനെ. അപ്പൊ അവരുടെ വണ്ടി ശരിയാക്കാൻ വേണ്ടി ജാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചപ്പോ എങ്ങനെയോ ക്രോസ് ആയിട്ടെന്തോ കടന്ന് ഇത് അവിടെ ജാമായി കിടന്നു. എന്തായാലും സംഗതി ഇപ്പോ മനസ്സിലായില്ലേ. അപ്പൊ നമ്മുടെ ഊഹം കറക്റ്റ് ആണല്ലേ. അത് കട്ട് ചെയ്തെങ്കിലും ചിലപ്പോ ഒന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തപ്പോ നമുക്ക് അവിടെ അകത്തേക്ക് ഒരു വഴി കിട്ടി. അതിനകത്തോട്ട് ഈ സാധനം പുറത്തെടുത്തപ്പോ സംഗതി കൂളായിട്ട് പുറത്തേക്ക് വന്നു. ഇനിയിപ്പോ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മൾ ആ ടാങ്കിനകത്തുള്ള ആ ഹോള് നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല, അത് അവിടെ പുറത്തേക്ക് കാണാത്തതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സാധനം പൊളിച്ചടിക്കായിരുന്നു. ഇനി ഒന്ന് വൃത്തിയിൽ വെക്കണം. അത് ഇവരെ കൊണ്ട് വെപ്പിക്കാം അല്ലേ? ഓക്കെ ഓക്കെ വാ. സംഭവം എന്താ അറിയോ, ഇതിൽ പിടിച്ചിട്ടാണ് നമ്മളിത് വലിക്കുക. അപ്പൊ നല്ല സ്ട്രോങ് അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ നല്ല സ്ട്രോങ് വേണമെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്തായാലും കൊണ്ടുപോകാം അല്ലേ? നമ്മുടെ ആവശ്യമല്ലേ. നമ്മുടെ ആവശ്യമല്ലേ. നമ്മൾ ജംഷാദ് ചെയ്ത സമയത്തേ ഈ നമ്മളെ ഗ്യാസ് സ്റ്റവ് വെക്കുന്ന ഭാഗത്ത് കണ്ടോ അവിടെ ചൂടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്ലൈവുഡിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ പീസൊക്കെ വെച്ചിരുന്നു. പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത് സംഗതി എല്ലാം. പക്ഷെ ഇപ്പോൾ ഇത് നമുക്കൊന്ന് പൊളിക്കേണ്ടി വന്നു. അവരുടെ റെഗുലർ പണി ഉണ്ട് കുറേ, അപ്പോൾ അതൊക്കെ മുടങ്ങുന്നുണ്ട്. അപ്പോൾ 500 റുപ്യ തരണട്ടോ എന്നൊക്കെ നമ്മുടെ സഞ്ജയ് ബ്രോ പറയുന്നുണ്ട്. 500 റുപ്യ കൊടുത്താലും വേണ്ടില്ല. ഇന്ന് ആക്ച്വലി ഇത് നടന്ന് കിട്ടിയതന്നെ വലിയ ഭാഗ്യല്ലേ. ഇതിന്റെ താഴെ ഭാഗം കണ്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ വണ്ടി പരിചയപ്പെടുത്തിയ വീഡിയോ ഒന്നും ഇത് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് കിച്ചൺ എടുത്ത് നമുക്ക് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനും കൂടി പറ്റുന്ന പോലെ ഈ സംഭവം ചെയ്തത്. അതിന് കാലാണിത് കണ്ടോ. ഈ ഒരു ചെറിയൊരു കുറ്റിയാണ്. ഇത് മാറ്റിയതിന് ശേഷം നിങ്ങൾ നിർത്തി വെക്കാം. കണ്ടോ ഇവിടെയുണ്ട്. എന്നിട്ട് അതിനൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയും കൊണ്ട് ഇങ്ങനെ വെക്കാം. ഒരു ടേബിൾ പോലെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു കിച്ചൺ ഇങ്ങനെ പുറത്ത് ഒരു പുഴേന്റെ വക്കിലേക്ക് കൊണ്ടുപോയി ഇത് കുക്ക് ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇത് നമുക്ക് ഇതുവരെ ഉപയോഗം വന്നില്ല അല്ലേ. നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് എവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ വേറെ സംഭവം കൂടി ഉണ്ട്. ഈ ഒരു സംഗതി ഉണ്ടോ, ഇതിങ്ങനെ നിവർത്താം. ഇത് നിവർത്തി കഴിഞ്ഞാല് കണ്ടോ നമ്മൾ ഈ കിച്ചൺ പോർഷൻ ഒരുപാട് പുറത്തേക്ക് വലിച്ചു വെച്ചാലേ അത് തൂങ്ങി നിൽക്കൂലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാല് വെച്ചാണ്. അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. നമ്മൾ വെച്ച സ്ഥലത്ത് ഇങ്ങനെ കുഴിയൊക്കെ ആണെങ്കിൽ ഈ സാധനം കൊണ്ട് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ്? സൂപ്പർ ആയിട്ടുണ്ട്. സെറ്റ് അല്ലേ? ജംഷാദ് അല്ലേ ആള്? പിന്നെ അതെ വീൽസ് ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ജാക്കി വെച്ച് ജാമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് വീലുണ്ടായിട്ടും ഒരു കാര്യമില്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ. വല്ലാത്ത അബദ്ധമായില്ലേ. അങ്ങനെ ഇതിന്റെ അടിയിൽ പോലും ഇത്രയും കാര്യങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു തന്നത്.
ഫസ്റ്റിലുണ്ടായിരുന്ന അത്രയും വൃത്തി ഉണ്ടാവില്ല. പക്ഷെ വൃത്തി ഇപ്പൊ തൽക്കാലം നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ നമുക്ക് നാട്ടിൽ പോയതിന് ശേഷം പിന്നെ ശരിയാക്കാം. പുറത്തുനിന്ന് കുറച്ച് ആണി അങ്ങോട്ട് അടിച്ച് കയറ്റിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പൊ. അപ്പൊ തൽക്കാലം നമ്മൾ സെറ്റ് ആക്കിട്ടോ. ഇനിയിപ്പോ തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഫിനിഷ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യാം. താങ്ക് യു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ കിച്ചൺ പോർഷന്റെ ഉൾവശം. ഇപ്പൊ ഈ ഒരു ഹോളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുവഴിയാണ് നമ്മൾ ആ ജാമായിരുന്നത് എടുത്തത്. ഇവിടെ കണ്ടോ, ആ ജാമായ സാധനം നമ്മൾ ഈ പോർഷൻ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോ കണ്ടോ അങ്ങനെ പ്ലൈവുഡ് ഇതായിരുന്നു. ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ വരാനാണ്? കണ്ടോ, ഈ ഒരു ചേമ്പറിന് വേറെ എവിടെയും ഒരു ആക്സസ് ഇല്ലാത്തതാണ് നമുക്ക് പറ്റിയത്. എന്തായാലും കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടി എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ സംഭവമൊക്കെ സെറ്റ് ആക്കിട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു രഹസ്യ അറ പോലെ തോന്നിട്ടു. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ ഒരു അടപ്പ്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു ഹോള്. അവിടെ അല്ല, അവിടെ ആ ഫ്രണ്ട് സീറ്റിന്റെ അവിടെ ആയിരിക്കും. അതാ അവിടെ ഉണ്ട്. Come on. Set. Okay. അമ്പോ, ഇനി എന്താണ്? ചെരുപ്പിന് എങ്ങനെ പറയാ? भैया हो गया, अच्छा है, थैंक यू वेरी मच. ले लो आपका चप्पल उधर है गाड़ी के सामने. चप्पल हाँ निकाल. ओके, थैंक यू बाय. അങ്ങനെ കിച്ചൺ സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ഭാഗ്യമായി പോയി. പെട്ടെന്ന് വിചാരിച്ച അത്രയൊന്നും ബുദ്ധിമുട്ടാതെ കാര്യം നടന്നു അല്ലേ? ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും വണ്ടിന്റെ ഒക്കെ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്ത് ശരിയാക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എങ്ങനെ തുടങ്ങും എങ്ങനെ ചെയ്യും എന്നറിയാത്ത കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. കട്ട് ചെയ്യാൻ പറയുമ്പോ അവർക്ക് മടിയാണ്, കട്ട് കിട്ടുന്ന കാര്യം എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും സാധ്യത എന്ന്. അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ നമുക്കെല്ലാം അറിയുള്ളൂ, അവർക്ക് അറിയില്ലല്ലോ. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ സംഭവം തീർന്നു കേട്ടോ. ഓക്കെ, ഈ സെറ്റായി പരിപാടി. ഇങ്ങനെ ഒരു വെല്ലുവിളി ആദ്യമായിട്ടാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോ ബെൽഗാം സിറ്റി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് സിറ്റിയെ കുറിച്ച് കേൾക്കുമ്പോ മുതൽ ഉള്ള കൺഫ്യൂഷനാണ്. എവിടെയും കാണുന്നത് ബെലഗവി എന്നാണ് കറക്റ്റ് സ്പെല്ലിംഗ്. പക്ഷെ പറയുമ്പോ ആൾക്കാരൊക്കെ ബെൽഗാം എന്ന് പറയും. അപ്പൊ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ രണ്ടുപേരും പറയുന്നുണ്ട് ഇതിനെ. ബെൽഗാം എന്നും പറയുന്നുണ്ട്, ബെലഗവി എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം വലിയ സിറ്റിയാണ്. ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ കർണാടകയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആക്കാനുള്ള നിർദ്ദേശമൊക്കെ പണ്ടുണ്ടായിരുന്നു ഇത്രേ. അപ്പൊ അത്രയും വലിയ സിറ്റിയാണ്, അത്രയും ഇമ്പോർട്ടന്റ് സിറ്റിയാണ്. അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നീയോ? അല്ലേ? ഒരുപാട് വലിയ സിറ്റിയാണ്. നമ്മള് രാത്രി എത്തിയതിനു ശേഷം ഒന്ന് ഇങ്ങനെ കറങ്ങിയായിരുന്നു ഇതുവഴിയൊക്കെ, ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഈ ഫർണിച്ചർ ഷോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ അന്വേഷിച്ച് നടന്നു. ലാസ്റ്റ് ഓൺലൈനിൽ നിന്ന് ഒരു നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ടാണ് അവർ ഇന്ന് വർക്കിംഗ് ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നതെന്ന്. എന്തായാലും ഓക്കെ ആയി. ഇനി റൂമിലേക്ക് പോകണം, കുറച്ച് പണിയുണ്ട് അല്ലെ? വിടാം, ക്ഷീണിച്ചു, ഒന്ന് റെസ്റ്റ് എടുക്കണം. റൂം പോയിട്ട് അങ്ങനെ കുറെ നേരം എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിരുന്നു. കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്തു. സമയം അങ്ങനെ ലേറ്റായി. ഇന്നും പതിവ് പോലെ കുക്കിംഗ് നടന്നില്ല. പക്ഷെ കിച്ചൺ സെറ്റ് ആയതിനുള്ള സന്തോഷം ഉണ്ട്. എന്തായാലും നമുക്ക് ഇനി നാളെ മുതൽ നമ്മൾ ദൃഢപ്രതിജ്ഞ അത് കഴിഞ്ഞേ
നാളെ മുതൽ ആദ്യം വാങ്ങിയ മുട്ട കേട് വന്നിട്ടോ. ഇപ്പൊ രണ്ടാമത് വാങ്ങിയ മുട്ടയാണ് വണ്ടിയിരിക്കണത്. അതെങ്കിലും കേട് വരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് പുളിസൈ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യണം. ഇതെന്നെ പറ്റി അറിയാം. നമ്മളിപ്പോ ഇങ്ങനെ നമ്മളെ എങ്ങനെയെന്ന് അവസാനിച്ചാലും ടൗണിൽ ചെല്ലും. അവസാനം എത്തിപ്പെടുന്ന അവിടെയാണ്. പാർക്കിംഗ് സ്പേസ്. ഒന്നാമത് പാർക്കിംഗ് സ്പേസ്. ഞങ്ങളിപ്പോ കുക്ക് ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്തു. അപ്പൊ ഒരു 6-7 ഒന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേനും ഇത് ഈ മെയിൻ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കുറെ കിലോമീറ്റർ ഓടണം. അത് എവിടെയാന്നുള്ളതിന് പോയി സ്ഥലവും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോ 9 മണിയാകും. അതല്ല, ഈ ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മള് സെക്കൻഡ് ഗിയറിന്റെ സമയത്താണെങ്കിൽ നമ്മള് ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു പാടത്താണ്. രണ്ടാമത്തെ ദിവസം മുതൽ കോയമ്പത്തൂർ ഹൈവേയിൽ പമ്പില് അങ്ങനെ ആരുമായിട്ടും അധികം ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ പോയത്. പക്ഷെ തേർഡ് ഗിയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മള് ആദ്യം മുന്നിൽക്കാന്റെ വീട്ടില് വടകര, ഫുഡും താമസം അവിടെ. പിന്നെ നമ്മുടെ പിന്നെ സായിദ് ഭായിന്റെ വീട്ടില് പയ്യന്നൂര്, അവിടെ ഫുഡും താമസവും. പിന്നെ കുടകില് വന്നപ്പോ കരീംഖാന്റെ വീട്ടില്, കരീംഖാന്റെ കഴിഞ്ഞപ്പോ പിന്നെ അഷ്റഫ്. അങ്ങനെ കോണ്ടാക്ടുകൾ ഇങ്ങനെ ആയത് കാരണം ഫുഡും താമസവും ഒക്കെ അങ്ങനെ വന്നുപോയി. അതുകൊണ്ട് കുക്കിംഗ് നടന്നില്ല. അപ്പൊ എന്തായാലും ഇനി സീരിയസ് ആയിട്ട് ചെയ്യണം. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് നമ്മൾ കിച്ചൺ കംപ്ലൈന്റ് ആയത്. ഇപ്പൊ ഓക്കെ കേട്ടോ, എല്ലാം ഓക്കെ, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഇപ്പൊ നമ്മൾ തിരിച്ച് IB തന്നെ വന്നിട്ടോ. നമ്മളിവിടെ ബെൽഗാമില് IBയിലാണ് താമസിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഞാന് നമ്മുടെ ഇവിടെ കോതമംഗലത്ത് പോയി ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. കോതമംഗലത്ത് പോയിട്ട് പിന്നെ നമ്മള് മൂന്നാറൊക്കെ പോയത്. അന്ന് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മുടെ റജിച്ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അത് ആ വീഡിയോ ഒക്കെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നത്. ഒരു എയർപോഡാണ് ഇത്. വെറും ഒരു എയർപോഡല്ല, ഇത് റൂട്ട് റെക്കോർഡ്സിന്റെ ബ്രാൻഡാണ്. അതാണ് ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ഇത് കണ്ടോ, ഇതിനകത്ത് ആപ്പിളിന്റെ ചിഹ്നം ഇല്ല. ആക്ച്വലി ആപ്പിളിന്റെ ചിഹ്നം എയർപോർട്ടിൽ ഉണ്ടാവാറില്ലേ? സാധാരണ ഇതിൽ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? ഇല്ല, അവർ അതിനകത്ത് മാത്രം ഇത് ചെയ്തിട്ടില്ല. പക്ഷെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഉണ്ട്. പക്ഷെ ആപ്പിളിന്റെ ചിഹ്നല്ലേ അല്ലേ? എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇതിനകത്ത് ആപ്പിളിന്റെ എയർപോർട്ട് തന്നെയാണ്. ഇതിനകത്ത് റൂട്ട് റെക്കോർഡ്സ് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം റൂട്ട് റെക്കോർഡ്സിന്റെ സ്വന്തം കമ്പനി എയർപോർട്ട് പോലെയാണ് സംഗതി. ഇത് പുള്ളി അമേരിക്കയിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ റജിച്ചേട്ടൻ. അവിടുന്ന് വാങ്ങുമ്പോൾ വെബ്സൈറ്റ് വഴി, ആപ്പിളിന്റെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും, എത്ര ലെറ്റേഴ്സിനൊക്കെ. അത് അതിനകത്ത് അവർ എൻഗ്രേവ് ചെയ്ത് തരും. ജസ്റ്റ് പ്രിന്റ് അല്ല കേട്ടോ, ഇത് ലേസർ എൻഗ്രേവിംഗ് ആണ്, എന്തോ ആണ്. നല്ല ക്വാളിറ്റിയാണ്, ഹെവിയാണ്. കാണുമ്പോൾ ശരിക്കും നല്ല ലുക്കാല്ലേ? അതിനെന്തോ എക്സ്ട്രാ സമയം വേണം ഡെലിവറി ചെയ്യാൻ, കുറച്ച് സമയം എടുക്കും തോന്നുന്നു. എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നുമില്ല. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന ഓർഡറുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൂടി ആപ്പിൾ അവിടെ കൊടുക്കുന്നുണ്ട്. വേറെ ഏതിന്റെ രാജ്യത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ആ ഒരു ഫെസിലിറ്റിയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് റൂട്ട് റെക്കോർഡ്സിന് പ്രിന്റും ചെയ്തിട്ടാണ് റജിച്ചേട്ടൻ ഇത് കൊണ്ടു തന്നത്. റജിച്ചേട്ടാ താങ്ക്സ് ലോട്ട്. അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് പോയിട്ട് എന്തായാലും. അപ്പൊ ഇതൊക്കെയാണ്, ഇത് വലിയ സന്തോഷമായി. പിന്നെന്താണ്, വേറെ ഒന്നുമില്ലല്ലോ. ഇന്ന് നമ്മള് പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാനില്ലായിരുന്നു. അപ്പൊ ഈ ഒരു പണിയൊക്കെ നടന്നപ്പോ അത് നിങ്ങളോടും പറയാന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാനില്ലെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇത് എത്ര സമയം എടുക്കും നമുക്ക് അറിയില്ല. കാരണം ഇതിന്റെ കട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് ആശാരെ തപ്പി പിടിക്കണം. ഒന്നാമത് ഊരും പേരും ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മറാഠിയാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ കന്നഡയൊക്കെ വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഹിന്ദിയും കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ആശാരി എടുത്ത് പോയപ്പോ അയാളും മറാഠിയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എന്നാലും നമുക്ക് ദൈവാനുഗ്രഹിച്ച് എല്ലാം കറക്റ്റായിട്ട് ശരിയാക്കാൻ പറ്റി. അപ്പൊ ജസ്റ്റ് ആ ഒരു വിശേഷം കൂടി നിങ്ങളോട് പങ്കുവെക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. നാളെ മുതൽ നമ്മൾ ഇവിടെ ബെൽഗാമിലുള്ള ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാഴ്ചകളിലേക്ക് ഇറങ്ങണം. അപ്പൊ എന്തായാലും ബീബ്രോന്റെ ചാനലിന്റെ ലിങ്ക് താഴത്ത് വെച്ചിട്ടുണ്ട്. ബീബ്രോന്റെ സബ്സ്ക്രിപ്ഷൻ എത്രയായിപ്പോ? ഇപ്പൊ 87 നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് ബീബ്രോന്റെ ചാനൽ 100K ആക്കണം. അതിന് എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണം. ബീബ്രോന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. ചാനലിന്റെ ലിങ്ക് താഴത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സപ്പോർട്ട്. വേറെ ഒന്നും പറയാനില്ല. അടുത്ത തേർഡ് ഗിയർ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.